ഒരു വലിയ സംരംഭത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു കർമ്മം നിർവഹിക്കുന്ന ഒരു വലിയ ചടങ്ങ് നാളെ അടക്കുകയാണ്. അതങ്ങനെ ഞാൻ പറയാൻ കാരണം, കേരളത്തിൽ ഏകദേശം 217 സമുദായങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു OBC വിഭാഗമാണ് OBC. പക്ഷേ ഇന്ന് ഈ OBC വിഭാഗത്തെ പല സമുദായങ്ങളിലും ജാതിയിലും മതത്തിലും രാഷ്ട്രീയത്തിലും കൂട്ടിക്കെട്ടി ഈ OBC വിഭാഗത്തിലുള്ള സംവരണം പോലുള്ള അവർക്ക് അർഹതയുള്ള ആനുകൂല്യങ്ങൾ വിവിധ സാഹചര്യങ്ങളിൽ വിവിധ വിഭാഗങ്ങൾ വിവിധ സമുദായങ്ങൾ കവർന്നെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുക, കേരളത്തിൽ OBC വിഭാഗത്തിൽപ്പെട്ടവർ ഏത് സമുദായത്തിലുള്ളവരായാലും അവർ ഒരു വിഭാഗത്തിലുള്ളവരാണ്. അവരെ മുഴുവനായി ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ ഒരു രക്ഷാകവചം തീർത്തെടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആനുകൂല്യങ്ങൾ സംരക്ഷിച്ചെടുക്കുവാൻ വേണ്ടി അവരെ ഒന്ന് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കർമ്മനിരതരാക്കിക്കൊണ്ട് അവർക്ക് അർഹതയുള്ളത് നേടിയെടുക്കുവാനും പരിരക്ഷിക്കുവാനും വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ആൾ ഇന്ത്യ OBC മഹാജന സംഘം എന്ന ഒരു സംഘടനയ്ക്ക് തന്നെ നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കുക, ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. OBCയിൽ മുന്നിൽ സംവരണ ആനുകൂല്യങ്ങൾ കൂടുതൽ വാങ്ങുന്നവർ, വിദ്യാഭ്യാസ സംവരണത്തിലൂടെ ഉദ്യോഗം നേടിയവർ, അതിലൂടെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകളും OBC വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. എന്നാൽ അതിൻ്റെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ മുന്നിൽ നിൽക്കുന്നവർക്കെതിരായി അവർ കുറച്ച് മുന്നിലായിപ്പോയി എന്നുള്ള ഒരു കുഞ്ഞ് അസൂയാലുക്കളെ പോലുള്ള ഒരു സംഭാഷണങ്ങളുണ്ട്. ഇപ്പോൾ അതല്ല, ഏറ്റവും താഴെത്തട്ടിലുള്ളവരെയും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ OBC വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങളുടെ ശക്തി കൂടി സംഭരിച്ചുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു സംരംഭമാണ് ആൾ ഇന്ത്യ OBC മഹാജന സംഘം. ഇപ്പോൾ നാളെ ഇവിടെ പ്രസ് ക്ലബ്ബിൽ താഴെ വെച്ച് തന്നെ ശിവഗിരി മഠാധിപതി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. സമുദായ നേതൃത്വ സംഘം ഇപ്പോൾ ഏകദേശം ഒരു 54 സമുദായത്തിലെ നേതാക്കൾ ആ സംരംഭത്തിൽ നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുക, വിവിധ ആവശ്യങ്ങൾ വിവിധ വിഭാഗങ്ങളിൽ സമുദായത്തിലെ വിവിധ ഭാഗങ്ങളുണ്ട്, അവരുടെ നിരവധിയായ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ എന്താണെന്ന് പഠിച്ചുകൊണ്ട് OBC വിഭാഗം ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ആവശ്യത്തെ നേടിയെടുക്കുവാനുള്ള ഒരു ശക്തിയെ ആർജിച്ചെടുക്കുവാനുള്ള ഒരു കൂടുകൂട്ടൽ പ്രക്രിയ എന്ന് പറയും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുക. പിന്നെ നമ്മൾ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ള ആ പ്രസ് റിലീസിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ന്യായമായ ഒരു 8-9 ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങൾ നമ്മളൊരു 2.5 വർഷക്കാലം കൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്കുള്ള പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഭഗീര പ്രയത്നം നടത്തുകയാണ്. അതിനെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഈ OBC വിഭാഗത്തെ സമുദായമായും മതരാഷ്ട്രീയങ്ങൾ ഇടപെട്ടുകൊണ്ടും അത് അതിൻ്റെ മേധാവിത്വം രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തുകൊണ്ടും ഇവരെ ഭിന്നിപ്പിച്ച്, സത്യത്തിൽ അതിൻ്റെ അടിത്തട്ട് പരിശോധിച്ച് നോക്കിയാൽ ഈ OBC വിഭാഗത്തെ പല തട്ടുകളിലാക്കി ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ചങ്ങലയ്ക്ക് പൂട്ടി ഇവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോൾ നമ്മൾ ആ വിഭാഗത്തോട്, സഹോദരങ്ങളോട് പറയുക, ജാതിയും മതവും ഒക്കെ ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയത്തിലും ആയിക്കോട്ടെ, പക്ഷേ OBC വിഭാഗത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു കുടുംബമായി ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഇത് സംരക്ഷിക്കപ്പെടാൻ പറ്റൂ. അതൊരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞാൽ, 2021 മുതൽ 26 വരെ ഇന്ത്യയിൽ ഏകദേശം 518ഓളം ജഡ്ജി നിയമനങ്ങളാണ്. ഹൈക്കോടതി, സുപ്രീം കോടതിയിലെ ജഡ്ജി നിയമനങ്ങൾ. അതിൽ നമ്മൾ പരിശോധിച്ചാൽ OBC വിഭാഗത്തിൽപ്പെട്ട ആകെ 80 പേർക്ക് മാത്രമാണ് ആ നിയമനം കിട്ടുള്ളത്. 80 പേർക്ക്. ഇനിയൊരു 318ഓളം നിയമനങ്ങൾ അത് നികത്താനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സർക്കാർ തലത്തിൽ ഒന്ന് സമ്മർദ്ദം ചെലുത്താമെന്ന് നമ്മളത് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുക, ഈ OBC വിഭാഗത്തിന് ആവശ്യമായ ജഡ്ജി നിയമനങ്ങളിൽ അവർക്ക് ലഭിക്കണമെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ നിയമനിർമ്മാണം നടത്താം. അപ്പോൾ അങ്ങനെ
പെട്ടെന്ന് നമ്മളൊന്ന് ശുപാർശ ചെയ്താൽ ഒരാളിനോ ഒരു രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനോ ചെയ്യാവുന്നതല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇതൊരു ഒരു 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 ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. ഇത്തരം കാര്യങ്ങളിൽ പിന്നെ അടിസ്ഥാനപരമായ ഒരു പരിവർത്തനത്തിന് ആവശ്യമായ ശക്തിയെ മുഴുവൻ OBC വിഭാഗങ്ങളിൽ നിന്ന് സംരക്ഷിച്ചെടുത്തുകൊണ്ട് അവർക്കൊരു ഒരു ഒരു മുതൽക്കൂട്ട് ആക്കുവാനുള്ള ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടിയാണ് നാളത്തെ ഈ മീറ്റിംഗ് നമ്മൾ സമുദായ നേതൃത്വ സംഗമം എന്ന പേരിൽ ഒരു മീറ്റിംഗ് നാളെ താഴെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന ഉദ്ദേശം ഇതാണ്: OBC പെട്ടവർ ഏത് പിന്നെ വിഭാഗത്തിലോ ജാതിയിലോ മതത്തിലോ ആയാലും OBC വിഭാഗത്തിൽ ഇന്ന് സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ച് 217 വിഭാഗങ്ങൾ വരികയാണ്. അതിൽ വളരെ പിന്നെ OBC വിഭാഗത്തിൽപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നോക്കക്കാരിൽ നിൽക്കുന്നതിലും ഒരു വിഭാഗം ആളുകൾ OBC സംവരണത്തിലേക്ക് വരികയാണ്. അത് മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പേര് പറഞ്ഞിങ്ങോട്ട് വന്ന് സംവരണം വാങ്ങുകയാണ്. ഇനി ഏറ്റവും ശ്രേഷ്ഠമായി മുന്നിൽ നിൽക്കുന്ന ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവർ പോലും വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരാണെന്ന് OBC സംവരണം വാങ്ങുന്നതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. ഇങ്ങനെ OBCക്ക് അർഹതപ്പെട്ടത് മറ്റു പല തലങ്ങളിലും പിന്നെ തട്ടിയെടുക്കുക അല്ലെങ്കിൽ കവർന്നെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ 215 നിന്ന് 2 വിഭാഗത്തെ കൂടെ ഇതിനുള്ളിലേക്ക് കൂട്ടിച്ചേർത്തു. അത് കൂട്ടിച്ചേർക്കുന്നവരെ ഗവൺമെൻറ്റിൻ്റെ സമർത്ഥങ്ങളിൽ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന 2 കൂട്ടരെ കൂടെ കൂട്ടിച്ചേർത്തു. പക്ഷേ അവരുടെ പിന്നെ അടിസ്ഥാനപരമായ ജീവിത സാഹചര്യങ്ങൾ എന്തെന്നോ അവർ OBCയിൽപ്പെട്ടവരാണെന്നോ അവരെ ഡേറ്റ പരിശോധിച്ചിട്ടില്ല. പക്ഷേ ആ 2 ആളെ കൂടെ കൂട്ടിച്ചേർത്തു. അപ്പോൾ 215 നിന്ന് 17ലേക്ക് വരികയാണ്. അപ്പോൾ ഈ 2 ആളുകൾക്കും കൂടി OBCയിലെ ഈ സംവരണം കൊടുക്കുകയാണ്. പക്ഷേ ഇത് കൊടുക്കുന്നതിന് മുമ്പ് എന്താണെന്നുള്ള ഏതൊരു നടപടി നടത്തിയിട്ടില്ല. സർക്കാർ നിർദ്ദേശിച്ച് കൊടുക്കുകയും സർക്കാർ കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരിന് വോട്ടിൻ്റെ ലാഭം കൊണ്ട് അവരുടെ മേൽ ഏതെങ്കിലും സമുദായ സംഘടനകൾ സമ്മർദ്ദം ചെലുത്തുമ്പോൾ ആ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് അവരെ കൂടെ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ OBCക്ക് അർഹതപ്പെട്ടത് പല മേഖലകളിൽ നിന്നും പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ പിടിച്ചു പറിക്കുന്ന ഒരു സംവിധാനമാണ്. അതിനൊരു പരിസമാപ്തി, അതിൻ്റെ മോചനത്തിലേക്ക് വേണ്ടിയാണ്